അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഇന്നെന്താ അന്നത്തെ സ്പെഷ്യൽ? ചെമ്മീൻ ഉണ്ടോ അങ്ങനെ ചെമ്മീൻ വരട്ടിയത്, പച്ചച്ചെമ്മീൻ. ഓക്കെ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 2 എണ്ണം, ഒരു ചെറിയ തക്കാളി, കറിവേപ്പില, സബോള, പിന്നെ ഉലുവ, പെരുംജീരകം, കടുക്. ഓക്കെ. ഇത്രയേ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. എന്താ പറയാൻ വിട്ട്? എന്താ അറിയോ, ഇതിൽ പുരട്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾ. ചെമ്മീനിൽ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞപ്പൊടി. മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് പെരുംജീരകപ്പൊടി, മഞ്ഞപ്പൊടി. ഇതെല്ലാം കൂടി പരട്ടി ഞാൻ ഒരു 1/2 മണിക്കൂർ വെച്ചതാണ്. അപ്പോൾ ഈ ചെമ്മീൻ പറയുമ്പോഴേ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ല, ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ എല്ലാവരുടെ വീട്ടിലൊരു ടോക്ക് ഉണ്ടായിരുന്നു, ചെമ്മീൻ സിനിമ. അപ്പോൾ ഈ ചെമ്മീൻ സിനിമ എന്താണെന്ന് നമ്മളൊന്നും കണ്ടിട്ടില്ല, കാരണം നമ്മളൊക്കെ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളെന്നോ തിയേറ്ററിൽ കണ്ട ഒരു അനുഭവമൊക്കെ ഉണ്ട് അല്ലേ ചെമ്മീൻ സിനിമയുടെ? അപ്പോൾ ചെമ്മീൻ്റെ വന്നപ്പോൾ തന്നെ എനിക്ക് നിങ്ങൾ ആ സിനിമയ്ക്ക് പോയ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതുപോലെ നമ്മൾ ഈ സിനിമയൊക്കെ കാണുന്നത് VCRൽ കാസറ്റൊക്കെ വന്ന്, ഞങ്ങൾ ജനിച്ചിട്ടില്ല, അല്ല പിന്നീട് VCRലെ കാസറ്റൊക്കെ വരുന്ന ഒരു കാലം ഉണ്ടല്ലോ. അന്ന് ഞങ്ങളിങ്ങനെ ചെമ്മീൻ കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്ത് പോലും പടാടപ്പം, കാരണം ഞങ്ങൾക്ക് ഈ കുട്ടികൾക്കൊന്നും ഇത് വലിയ ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ കിട്ടിയ പടമാണെന്നും ഇത് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നല്ലൊരു പ്രേമകഥയാണെന്നും ഇതിനെ പറ്റുന്ന ഈ ചെറിയ കുട്ടികൾക്ക് നമുക്കറിയില്ലല്ലോ. നമ്മൾ എന്ത് സിനിമ, ചെമ്മീൻ അത്രേ. അപ്പുറത്ത് കടാപ്പുറത്ത് ഒരാളിരുന്ന് കരയണു, അപ്പുറത്ത് ഒരാൾ ഓടുന്നു, ഇപ്പുറത്ത് ഒരാൾ വരുന്നു, നമുക്കൊന്നും പിടികിട്ടില്ല, കുറെ കടലിൽ പോകണു. പിന്നീടാണ് ആ സിനിമയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം, കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ. അന്ന് VCRലേക്ക് ഇടുമ്പോൾ നമ്മളൊക്കെ ഉറങ്ങിയിരുന്നു. കാരണം ഞങ്ങൾക്ക് അന്ന് വേണ്ടത് എന്താണ്, ആക്ഷൻ, കോമഡി. ഇത് രണ്ടും ഇല്ലാത്ത ഒരു പടം കുട്ടികൾ കാണില്ലല്ലോ. അപ്പം പിന്നീട് അറിയുമ്പോൾ എൻ്റെ ദൈവമേ, ഈ പടമൊക്കെ ഇത്രയും പ്രശസ്തമായ പടമാണോ, ഒരു ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഗോൾഡ് മെഡലൊക്കെ കിട്ടിയ അത്രയും വലിയൊരു പടം. ആ പടത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാനുള്ളത് ഇന്നും നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ മധു സാറ്, പിന്നെ നമ്മളെ മൺമറഞ്ഞു പോയ നമ്മുടെ സത്യം മാസ്റ്റർ സാറ്, പിന്നെ സൗന്ദര്യത്തിൻ്റെ തന്നെ പ്രതിരൂപമായ ആ സിനിമയുടെ ഒരു പ്രത്യേകത അറിയാം അമ്മയ്ക്ക്? ഷീലാമ്മയുടെ സൗന്ദര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് കുറച്ച് നോക്കി, എന്നിട്ടും സൗന്ദര്യം കുറയുന്നില്ല. അപ്പോൾ ഈ കറുപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മുഖത്ത് എന്തൊക്കെയോ തേച്ചു അങ്ങനെയൊക്കെ ചെയ്തിട്ട് കൂടി തിളങ്ങി നിൽക്കുന്ന സൗന്ദര്യം കണ്ടില്ലേ? ഒരു കാലഘട്ടം മുഴുവൻ തലയിലേറ്റിയ ഷീലാമ്മയുടെ സൗന്ദര്യം കണ്ടില്ലേ? എത്രത്തോളം അതിൽ അവനെ ഭംഗി ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, അത്രത്തോളം ഒരു ഭംഗി ആയി വരികയാണ്. ഇന്നൊരു മേക്കപ്പിന് കഴിയോ ഒരാളിനെ ഭംഗിയില്ലാത്ത ആളിനെ അത്രയും ഭംഗിയാക്കാൻ? അപ്പൊ ഭംഗിയുടെ ഒരു പ്രതിരൂപമായിരുന്നു ആ ഷീലാമ്മ എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ അല്ലേ? ഒരു മേക്കപ്പ് ഇല്ലാത്തൊരു ഷൂട്ടിംഗ് ആയിരുന്നു അതൊന്ന് പിന്നീടുള്ള ഇന്റർവ്യൂകളിലൊക്കെ കേട്ടിരിക്കണം അല്ലേ? എന്നിട്ട് ആ മേക്കപ്പ് കുറച്ചിട്ടോ അവരെ കാണാൻ എന്താ ഭംഗി അതില്? അപ്പൊ മേക്കപ്പ് കൂടി കൊടുത്താൽ എന്തായിരിക്കും? ഇന്നും ഇത് എത്ര പ്രായമായി, പ്രായത്തിറക്കും. അതെ. അപ്പോൾ അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പെരുംജീരകം, പിന്നെ ഒരു 2 മണി ഉലുവ, അത് അധികം വേണ്ട. അപ്പോൾ ഈ പഴയ സിനിമയുടെ, ഈ ചെമ്മീൻ സിനിമയുടെ ചില നല്ല ഓർമ്മകൾ എങ്ങനെ മനസ്സിൽ നന്മയായിട്ട് സൂക്ഷിച്ച് നമ്മൾ വെക്കുകയോ, അതേപോലെ എല്ലാ നല്ല ചിന്തകളും സൂക്ഷിച്ച് വെക്കാനുള്ള ഇടമാണ് നമ്മുടെയൊക്കെ മനസ്സ് അല്ലേ? അല്ലാണ്ട് പൊട്ട ചിന്തകളെ നമ്മളവിടുന്ന് മാറ്റിക്കളയണം. ആ ചിന്തകൾ അവിടെ വെക്കാൻ പാടില്ല, കാരണം അത് അഴുക്ക് പിടിച്ച് ചളിയായി കഴുകിക്കളയാൻ പറ്റാണ്ട് ആ ഹൃദയത്തിൽ ഇങ്ങനെ കുടുങ്ങി. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും കണ്ടില്ലേ ഈ സിനിമയുടെ പേരൊക്കെ പറയുമ്പോൾ അന്ന് ആ ഒരു സീനറികൾ, അന്നത്തെ ആ ഒരു നന്മയുള്ള ചില മെസ്സേജുകൾ വളരെ സിമ്പിൾ ആൻഡ് ബെസ്റ്റായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചൊരു സിനിമ അല്ലേ? ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. എപ്പോഴും ഒരു കൂട്ടായ്മ കൊണ്ട് ഉണ്ടാവേണ്ടത്.
കൊണ്ടുപോയത് എവിടെയൊക്കെ അറിയോ? ചിക്കമംഗളൂര്. അപ്പൊ മലയാള സിനിമ റിലീസ് ഒന്നും വരില്ലല്ലോ. അപ്പൊ മംഗലാപുരത്ത് കൊണ്ടുപോയിട്ടാണ് അച്ഛൻ കാണിച്ചത്. അവിടെ കുറച്ച് മലയാളീസൊക്കെ അന്ന് കൂടുതൽ. ഞങ്ങള് മാത്രല്ല, കേരള സമാജം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കേരള സമാജത്തിലെ ഒട്ടുമിക്ക മലയാളീസും കാറില് മംഗലാപുരം പോയിട്ടാണ് കണ്ടത്. എങ്ങനെ നിങ്ങളവിടെ ലോഡ്ജിലൊക്കെ പോയി തങ്ങിയിട്ടാ? നല്ലൊരു ഓർമ്മയാണ്. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇല്ല അല്ലേ? അതിന് മുമ്പ് അല്ലേ? അപ്പൊ ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് പോയിട്ട് അല്ലേ? എല്ലാ മലയാളീസും കുടുംബസമേതം ആ ഗാർഡ് സെക്ഷനിൽ കൂടെ ഒക്കെ കയറി വേണം പോവാൻ അല്ലേ? അന്ന് എല്ലാവരുടെ വായിലും ചെമ്മീൻ ചെമ്മീൻ അങ്ങനെ ഒരു ഇതല്ലേ. അപ്പൊ ആ പടം കാണാൻ വേണ്ടിട്ട് എന്തായാലും കാണണം. എന്തായാലും കേരളത്തിൽ വന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ മംഗലാപുരത്ത് കളിക്കുമ്പോ അവിടെ പോയിട്ടുണ്ട്. അമ്മ ഒരു ഷൂട്ടിംഗ് സമയത്ത് ഷീലാമ്മേനെയും പിന്നെ ആരിനെയൊക്കെ കുറച്ച് പേരെ അവര് എവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കമംഗളൂര് എന്നൊരു ഷൂട്ടിങ്ങിന് വന്നപ്പോ സത്യമാഷില് ഷീലാമ്മ അന്ന് ചെറിയ കുട്ടിയാണ്, 5 വയസ്സൊക്കെ ഉള്ളു. ആ സമയത്ത് അവര് ഞാൻ നേരിട്ട് വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഷീലാമ്മേനൊക്കെ കാണാൻ? അപ്പൊ വലിയ ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. 5 വയസ്സൊക്കെ അല്ലല്ലോ. നിന്നെപ്പോലെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ടാവില്ല. അതല്ല അങ്ങനെ പറഞ്ഞമ്മ. 5 വയസ്സിൽ അത്രയ്ക്കുണ്ട് ഭംഗി. അങ്ങനെ എല്ലാവരും കൂടി നോക്കുകയല്ലേ നമ്മള്. അത് ഷീലാമ്മയാണ്. അവര് അങ്ങനെയുള്ള അറിവൊന്നും അന്നില്ലല്ലോ. പിന്നെ ആര്? സത്യമാഷോ? സത്യമാഷ്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരെ ഷൂട്ടിങ്ങിൽ വന്നല്ലോ, ജോസ് പ്രകാശോ, അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ 5 വയസ്സിലേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു അവരുടമ്മ. നിനക്ക് ഭയങ്കര ഓർമ്മശക്തിയല്ലേ? 5 വയസ്സിലുണ്ടായിരുന്നോ? ഓ. പിന്നെ ഈ പച്ചമുളകും തക്കാളി. കറിവേപ്പില അവസാനമാക്കണം. അപ്പൊ ഇതിന്റെ മസാല ഏകദേശം ഇത്ര മതിയില്ല? എല്ലാം നമ്മളതിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും ഒക്കെ. അപ്പോൾ ഒരിത്തിരി ഉപ്പ് ഇതിനുള്ളത് കിടക്കുന്നുണ്ട്. അതിൽ കുറച്ചിട്ടുണ്ട്. ഞാനത് നോക്കുന്നു. അപ്പൊ അമ്മ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ഇത്ര മതി, ഇത്ര ആയാൽ മതി. അപ്പോൾ ഇതിലെല്ലാം പറ്റിയതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇങ്ങനെയാണ് ഇടുക അല്ലേ? സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒന്നാണ് ചെമ്മീൻ. ഏതാണ്ട് ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? അതെ. ചിലർക്ക് ഇത് നന്നാക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് പക്ഷേ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ നന്നാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പറയുന്നത് വേണ്ട, ഞാൻ നന്നാക്കി. അമ്മ നന്നാക്കാം. എന്താണോ എനിക്കത് ഇരുന്ന് നന്നാക്കാൻ. നമുക്ക് പെട്ടെന്ന് നന്നാക്കാനും പറ്റും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ നന്നാക്കാൻ അല്ലേ? നന്നാക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇത്തിരി വെള്ളം. അപ്പൊ ആര് നന്നാക്കി തരാന്ന് പറഞ്ഞാൽ അമ്മ പറയും വേണ്ട, അങ്ങനെ തന്നെ കൊണ്ടുവന്നോളാം പറയും. ഇത്ര വെള്ളം മതി. എന്താ അറിയാം, അതിന് പറ്റി വെച്ചാൽ അതിന് കുറച്ച് വെള്ളം ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് വെള്ളം പോലെ വേണ്ടല്ലോ. അപ്പോൾ അതിന് ആവശ്യം കറിവേപ്പില. ഓക്കെ. ആ കറിവേപ്പില ഇട്ടപ്പോൾ തന്നെ അതിനൊരു കളർഫുള്ളായി. നമുക്ക് അപ്പം അമ്മ അത് വേവട്ടെ. വേവണ വരെ നമുക്ക് ഒന്ന് സംസാരിക്കാം കേട്ടോ. അപ്പോൾ വേർക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇല്ലില്ല അത്രയ്ക്കായില്ല ഇപ്പം കുറച്ച്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എന്താ പറയാൻ പോണെന്ന് പറഞ്ഞ അമ്മ ആയിക്കോട്ടെ. എന്താ ഞാൻ എന്തായാലും മിണ്ടാൻ പോണേക്കാളും മുമ്പ് അമ്മ വെള്ളം കുടിക്കണത്? ഇല്ല, ഇന്ന് അമ്മേനോടാ ചോദിക്കണത്. ഞാൻ കൂടുതൽ മിണ്ടുന്നില്ല. അപ്പോൾ ഇന്ന് അമ്മ പറയട്ടെ. എന്താ പറയുക, ഞാൻ ചോദിക്കണത് എന്താ അറിയോ? കേൾക്കൂട്ടോ ക്ലീനായിട്ട്, എന്നിട്ട് പറഞ്ഞാൽ മതി. നമ്മളൊരു നല്ല സന്ദേശം എന്ന് പറയണം. നമ്മളിലേക്ക് എത്തുന്ന നല്ല സന്ദേശം നമ്മളെങ്ങനെ സ്വീകരിച്ച്. ഇപ്പോൾ ആ ചെമ്മീൻ സിനിമയുടെ ആ കാലഘട്ടം നമ്മുടെ മനസ്സിൽ എങ്ങനെ ഓർമ്മയുണ്ട്. കാരണം നല്ലൊരു സമയമായിരുന്നത്. ഒരു ഒത്തൊരുമയോട് കൂടി എല്ലാവരും കൂടി ഒരു സിനിമ കണ്ടുവരിക. പിന്നെ അന്യരാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മുടെ മലയാളം അപ്പോൾ അന്യരാജ്യത്തൊക്കെ പോയിട്ട് നമ്മുടെ മലയാള സിനിമ വരിക എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു സിനിമ കാണണമെന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ പോയി ഇതാ വന്നു, ഇത് അങ്ങനെയല്ലല്ലോ. ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്കാണ് നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയിരിക്കണം അല്ലേ? മംഗലാപുരം ടു ചിക്ക്മംഗ്ലൂർ, ചിക്ക്മംഗ്ലൂർ ടു മാംഗ്ലൂർ അല്ലേ? അപ്പോൾ ആ കൂട്ടത്തോടുള്ള പോക്കും എല്ലാ അച്ഛനമ്മയുടെ ഒപ്പൊക്കെ പോയി എല്ലാവരും ഒരു വലിയൊരു കൂട്ടരുന്ന സിനിമ കണ്ട് അവിടുന്ന് ലോഡ്ജിലൊക്കെ താമസിച്ച് പിറ്റേ ദിവസം ആ സിനിമ കണ്ട സംഭവം ഒരു സിനിമ കാണാൻ വേണ്ടി മാത്രം. അപ്പോൾ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന അന്നത്തെ ഒരു പ്രാധാന്യമാണ്. കാരണം എന്താ പറയുക, അന്നത്തെ കാലഘട്ടത്തിൽ മലയാള സിനിമ ഒന്നും അവിടെ വരില്ല. അപൂർവങ്ങളിൽ ചില നല്ല സിനിമകൾ, അതും വലിയ സിറ്റിയിൽ മാത്രം അല്ലേ? അല്ലാത്തവിടെ നിന്ന് അങ്ങനെ കൂടുതൽ വരില്ല.
അപ്പോൾ എങ്ങനെയാണോ ഈ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് സൂക്ഷിച്ചു വെക്കാൻ പറ്റുക, അതുപോലെ നല്ല വാക്കുകൾ പറഞ്ഞ നല്ല വ്യക്തികളുടെ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയോ, അതേപോലെ തന്നെ സമൂഹത്തിന് വിഷമായി മാറുന്ന ചില ചീത്ത വാക്കുകൾ എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതം തകർക്കാൻ പാകത്തിനുള്ള വർത്തമാനങ്ങൾ എത്രയോ ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ശരിക്കും എങ്ങനെ അറിയോ, ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഒരാളുടെ ജീവിതത്തിന് ഒരുപാട് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഒരാളുടെ ജീവിതം ഇപ്പം അമ്മ വേറൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ, നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ മനസ്സിൻ്റെ ചിന്ത എന്താണ്, നമ്മുടെ മനസ്സിൻ്റെ ഭാവന എന്താണ്, അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ എന്ത് നടക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വഴിയാത്രകൾ എങ്ങനെയായിരുന്നു, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണെന്നുള്ളത് അറിയാത്ത എനിക്ക് എങ്ങനെ നിങ്ങളെ വിരൽ ചൂണ്ടാൻ സാധിക്കും? ഒരിക്കലും പറ്റില്ല അല്ലേ? അതൊരു കുറ്റം പറച്ചിലാണ്, അല്ലാണ്ട് നമ്മളെ അറിഞ്ഞിട്ടുള്ള പറച്ചിലല്ല. കാരണം എന്താ അറിയൂ, ഇപ്പൊ നീ എന്താണെന്ന് നിനക്കേ അറിയുള്ളൂ, ഞാൻ എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ. എന്റെ മനസ്സിൽ ഞാൻ അനുഭവിക്കണ വേദനയാവട്ടെ സന്തോഷമാവട്ടെ അതിന്റെ തീവ്രത എത്രയാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. തീർച്ചയായും അത് ഒരിക്കലും മറ്റൊരാൾക്ക് എക്സാമ്പിൾ പറയാം, ഞാൻ അമ്മയും മകനായതുകൊണ്ട് നമുക്കറിയാവുന്നതല്ലാണ്ട് ഇപ്പം ഞാനും നീയും വേറൊരു വ്യക്തികളാണെങ്കിൽ, വ്യത്യസ്ത വ്യക്തികളാണെങ്കിൽ നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. പക്ഷെ ഒരാൾ വന്നത് നിന്നെ കുറിച്ച് എന്നോട് പറയുന്നത് അതെ ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ശരിക്കും നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു 100-10 ആൾക്കാർ പറയും അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയും. പക്ഷെ മിക്കവാറും ആൾക്കാർ എന്താ പറയുകയോ, ആണോ കണ്ടാ തോന്നില്ല കേട്ടോ അവൻ അത്രയ്ക്ക് മോശം. പൊട്ട കാര്യം പറയുമ്പോൾ നല്ല കാര്യം പറയുമ്പോൾ എന്ത് പറയുകയോ, എന്ന് വെച്ചാൽ നല്ല കാര്യം എത്തിക്കാൻ ഒരു മടി. ഇപ്പൊ അമ്മയാണ് നല്ലൊരു വ്യക്തി എന്ന് എന്നോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് ആ കാര്യം വേറെ ആളോട് പറയാൻ ഒരു മടി, കാരണം എന്നെക്കാട്ടിലും വലുതായാലോ എന്നുള്ള ഒരു ഈഗോ എൻ്റെ ഉള്ളിലുണ്ട്. എന്നാ അമ്മേനെ ഇന്ന് അമ്മേനെ പറ്റി ഒരു മോശപ്പെട്ട കാര്യമാണ് വന്ന് പറയണത്, അത് പറയാൻ എന്തൊരു ധൃതി അറിയോ. നമുക്കിനിപ്പോ ഇപ്പൊ തന്നെ അയൽപ്പക്കത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഫോൺ വിളിച്ചിട്ടെങ്കിലും പറയും, കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ, ആ രഞ്ജിത്തിനെ കുറിച്ച് ഇങ്ങനെ കേട്ടു, അല്ലെങ്കിൽ ആ അമ്പുലി ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ കേട്ടു, അയ്യോ നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല അവര് ഇങ്ങനത്തെ ആൾക്കാരാ. 2 കാലുള്ള മനുഷ്യൻ 8 കാലായിട്ട് മാറുന്ന 8 കാലിയായിട്ട് മാറുന്ന സമയം ആ ആള് വേറൊരാളോട് പറയും. അങ്ങനെ 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 അതങ്ങോട്ട് പടരും പന്തലിക്കും. പക്ഷെ നല്ല കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. പൊട്ട കാര്യത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, കേൾക്കാൻ വളരെ താല്പര്യമാണ്. അതുകൊണ്ട് അത് 10 ആളിൽ നിന്ന് 100 ആൾക്ക് 1000 ആൾക്കാർ ഒരു പ്രയാസമില്ല. നല്ല കാര്യമാണെങ്കിൽ പറയാനൊരു മടിയാണ്. എന്താ നല്ലതത്രേ, അത്രയ്ക്ക് നല്ലതാ അഭിനയം വരെ അഭിനയിച്ച് കാണിക്കുന്നുണ്ടോ? അത്രയ്ക്ക് നല്ലതാ. അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഇത്ര വലിയതായിട്ട് പുകഴ്ത്തുന്നു. അതെ അവരും തമ്മിൽ വലിയ ലോകത്തിലാണേ, അവര് തമ്മിൽ നല്ലതാണേ. അപ്പൊ അവര് അതുകൊണ്ട് നല്ലത് പറയാണ്, അവർക്കും നല്ല ഉപകാരം അതുകൊണ്ട് പറയാണ്. അതെ തീർച്ചയായിട്ടും. പക്ഷെ പൊട്ടക്കാരി അങ്ങനെയല്ല. ആണോ? ആ ഓട്ടത്തിലൊരു ഓട്ടായിരിക്കും. അത് കേട്ടിട്ട് അവരങ്ങനെ പോയിട്ടുണ്ടാവില്ല. അപ്പോഴൊക്കെ അത് ആരോടെങ്കിലും പറയണം. ഇപ്പൊ ഒരു സത്യഘടന ഇടയ്ക്ക് പറഞ്ഞു തരാട്ടോ. ഞാൻ പണ്ട് ഞങ്ങളുടെ തൊടിയിൽ മോട്ടോർ പേര ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ കൃഷി സ്ഥലങ്ങൾക്ക് വെള്ളമടിക്കാൻ ഓൺ ചെയ്യാൻ പോകുമല്ലോ. അപ്പോൾ ഓൺ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കുളം ഉണ്ടല്ലോ, കുളത്തിൻ്റെ തൊട്ടടുത്ത് 2 സ്ത്രീകൾ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പേര് പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ 2 സ്ത്രീകൾ നിന്നിട്ട് ഒരു സ്ത്രീ നിലവിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറയാണ്, എൻ്റെ കാര്യം അങ്ങനെയായി, എനിക്ക് ഇങ്ങനെയായി, ഞാൻ വഴിയാതാരായി എന്നൊക്കെ, ആണടി വല്ലാത്ത കഷ്ടമായി പോയടി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സങ്കടം കേട്ടപ്പോൾ ഞാൻ ഈ മോട്ടോർ അടിക്കാൻ പോയാണ്, ഞാനും കുറച്ചത് എന്താ പാവാ പെണ്ണുങ്ങൾക്ക് ഇത്ര വലിയ സങ്കടം വന്നിട്ട് ഞാനും അടുത്ത് പോയി നിന്നു. എവിടെ അവൻ്റെ അടുത്ത് പോയി നിന്നു. ഞാൻ നിന്ന് അറിയുന്ന സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ അടുത്തും കൂടിയും പറഞ്ഞു. അപ്പോൾ ഞാനും വിഷമിച്ചു, അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീയും വിഷമിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പരാതിയൊക്കെ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് 4 അടി വെച്ച് പോയിട്ടില്ല അമ്മ. കുറച്ചത് ഏതാണ്ട് കാണണത്ര ദൂരമുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കണ ആ മറ്റേ ആൻറ്റി പറയാണ്, കുരുത്തം കെട്ടവള്, അവൾക്ക് അതും വേണം അതിൻ്റെ അപ്പുറം വേണം. കാരണം എന്താ അറിയോ, അവൾ ആയ കാലത്ത് കുറച്ചൊന്നല്ല ദ്രോഹിച്ചെടുക്കണത്. അതുവരെ ആ പെണ്ണുങ്ങളോടൊപ്പം കണ്ണിൽ വെള്ളം നിറച്ച് സ്ത്രീ കരയായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ ഭഗവാനെ, അപ്പം ഞാൻ വരുന്നതിൻ്റെ എത്ര നേരം മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും ഈ കഥ പറച്ചില്. അപ്പം അതാണ് കാരണം എന്താ അറിയോ, അങ്ങനെയാണ് മനുഷ്യർ. അങ്ങനെയാണ് ചിലര് ഒന്നും ചെയ്യാണ്ട്, ചിലർ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട്
സമൂഹത്തിന് മുമ്പിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് തീർച്ചയായിട്ടും ചീത്തയാണെന്നുള്ള മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഒരാളിങ്ങനെ പറയുകയാണ്, ഒരാളിനെ എന്തെങ്കിലും നശിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, അവരോടൊരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അവരൊരു ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈ കാട്ടുതേന്റെ സ്പീഡാണ്, അത്ര സ്പീഡാണ്. പക്ഷെ നല്ലതിന് അങ്ങനെയല്ല. ഒരുപാട് നമ്മുടെ നന്മ കാണിച്ചാലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹൃദയം എടുത്തിട്ട് വെച്ചാലും അവർ വിശ്വസിക്കില്ല. അവർ പിന്നെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അതത്ര പെട്ടെന്നൊന്നും പടർന്ന് പന്തലിക്കില്ല. നല്ലതൊരിക്കലും വളരെ സ്ലോ ആണ്. നല്ല പേര് കേൾക്കുക. എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാതെ പലരും കുറ്റവാളികളായിട്ട് പലരുടെയും മുമ്പിൽ നിൽക്കേണ്ടി വരും. അയ്യോ ഇങ്ങനെയാണ് ആ പോകുമ്പോൾ ചിലർ പറയുന്നു അവിടെ അങ്ങനെയാണ് അവൻ അങ്ങനെയാണെന്ന് പറയും. പക്ഷെ അതായിരിക്കില്ല സത്യം. അതൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതുപോലും വിശ്വസിക്കരുതെന്ന് പറയില്ലേ. കണ്ടിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ സത്യമാവണമെന്നില്ല. അതിൽ പ്രമാണിച്ച് നോക്കണം. അങ്ങനെ ഒരു മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിലും നമ്മളത് കണ്ണല്ലിനോടുകരും പ്രമാണിച്ചിനോടും എന്ന് പറയും. അതെനിക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഒന്ന് കണ്ണുകൊണ്ട് കണ്ടു ഇങ്ങനെ കണ്ടു അതെന്താണ് നടക്കണമെന്ന് ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും അതിലൊരു കഥ ഉണ്ടാവും. പാതി സംസാരം കേട്ടു, പകുതി ചെവിയിൽ കുറച്ച കേട്ടിട്ടുണ്ടാവുള്ളൂ, അത് മതി, അതുകൊണ്ട് പോയി എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയി. അത് മുഴുവൻ എന്താണ്, എവിടെ നിന്നാണ് തുടക്കം. സിനിമകളൊന്നും കണ്ടില്ലേ, കണ്ണിന് കരടായിരിക്കും. അവര് വേറെ വല്ലതും വിചാരിച്ചിട്ട് അത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഓടില്ലേ. അതുപോലെ അങ്ങനെ കണ്ടത് മുഴുവൊന്നും വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ എന്ത് ചെയ്യണം അറിയോ, നമുക്ക് അറിയില്ലേ, അറിയാത്ത കാര്യമാണോ നമുക്കതിൽ ശരിക്കും പറഞ്ഞിട്ട് ഈ കേൾക്കുന്ന ആൾക്കാർക്കൊന്നും മുഴുവൻ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവര് പറഞ്ഞത് കൊണ്ട് അവർക്കൊരു ചെറിയൊരു ഇത് അവർ മറ്റൊരാളോട് പറഞ്ഞു. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്, എനിക്കെന്നെ ഇതിന് ഞാൻ വിശ്വാസമില്ല, ഞാൻ എന്തിനാ മറ്റൊരാളോട് പറയണമെന്നുള്ളൊരു സദ്ബുദ്ധി അവർക്ക് ഉണ്ടായാൽ മതി. പക്ഷെ അവർക്കത് ഉണ്ടാവില്ല. അവര് നമ്മൾ അവരോടൊന്ന് പറയാം, അങ്ങനെ ഒരു സമാധാനം കിട്ടും ചിലർക്ക്. അങ്ങനെ പറയുമ്പോൾ എന്താവും, അത് കാട്ടുതീ പോലെ പടർന്നു പന്തലിക്കും. അപ്പൊ ആ വ്യക്തി അവരുടെ ഒക്കെ മുന്നിൽ ഒരു അവഹേളനമാവും, കുറ്റക്കാരനായി ഒന്നും ചെയ്യാണ്ടായിരിക്കും കിട്ടും. അപ്പൊ ആ പാവൊക്കെ ആർക്കാ കിട്ടുക? ആൾക്കാരും കൂടുതൽ ഈ കേട്ടിട്ട് മറ്റുള്ളവരോട് പോയി പറയുന്നത്. അതിൽ ഒരു കാര്യമുണ്ട്. ചിലര് ഈ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കില്ല, ഒരു തെറ്റും ചെയ്യാണ്ട് ഒരുപാട് കുറ്റവാളി എന്ന് പേര് കേട്ട ചിലർക്കൊക്കെ ജീവിതം മടുത്തു പോയി, ജീവിതം വേണ്ടാന്ന് വെച്ച ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ ജീവിതം വേണ്ടാത്ത രീതിയിൽ ജീവിച്ച ആൾക്കാരുണ്ട്, നാട് വിട്ടുപോയവരുണ്ട്, വേണ്ടാത്ത രീതിയിൽ ജീവിച്ച, ഇനി എങ്ങനെ ജീവിച്ച എന്താണെന്ന് ചിന്തിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ ആവാൻ കാരണം ഈ ഒന്നും അറിയാതെ ഒരാളിനെ വിരൽ ചൂണ്ടുന്ന വ്യക്തികളാണ് എന്നുള്ള ചിന്ത ഈ വിരൽ ചൂണ്ടി നടക്കുന്ന ആൾക്കാർ ഒരിക്കലും മറക്കരുത്. കാരണം എന്താ പറയുക, ഇതുകൊണ്ട് എത്ര കുടുംബങ്ങളാണ് അല്ലേ തകർന്ന് തരിപ്പണായി പോർക്കണത്, എത്ര മനോധൈര്യങ്ങളാണ് ഇല്ലാതായി പോർക്കണത്. യഥാർത്ഥത്തിൽ അവർക്കൊക്കെ വേണ്ടത് എന്താ അറിയോ, സത്യം പറയുകയാണെങ്കിൽ നീ എന്താണെന്ന് നിനക്കറിയാം, നിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നിന്റെ മനസ്സിലെന്താണ്, നീ എന്നുള്ള മനുഷ്യൻ എന്താണെന്ന് നിന്നെക്കാളിലും കൂടുതൽ ആർക്കും അറിയാത്തത് കൊണ്ട് വിരൽ ചൂണ്ട് നിന്നെ കുറ്റം പറയണവരെന്നെ നീ ഒന്ന് ചിന്തിക്കണം. ഇത്രയും പേര് ഒരു തെറ്റും ചെയ്യാണ്ട് നിന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നീ കുറ്റക്കാരനാവണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ, നീ ഒന്ന് തരം താഴണം, അവൻ്റെ ലെവലിലേക്ക് നീ എത്തണം എന്നുള്ള ചിന്തയും കൊണ്ടാണ്. അതുമാത്രമല്ല, ഈ കുറ്റങ്ങൾ ഒരുപാട് പറയുന്ന ആൾക്കാർ മറ്റുള്ളവർ പറയുമല്ലോ ഒരാളെ കുറിച്ച്. ഇപ്പൊ നിന്നെ കുറിച്ച് ഞാൻ കുറ്റം പറയുകയാണെങ്കിൽ എന്റെ മനസ്സിൽ നീ എന്തോ ആണ്, തോന്നലാണ് എന്നെ കൊണ്ട് ആ കുറ്റം പറയിക്കുന്നത്. എന്താണ് നീ കാണിക്കുന്നതും നീന്റെ ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു അസൂയ, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു അയ്യോ അവൻ നിന്നെ എന്നെക്കാളും വലുതായി, അങ്ങനെ ഒരു തോന്നല്. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക. അത് മനസ്സിലില്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയില്ല. പിന്നെ അവർക്ക് തോന്നും അവരുടെ കഴിവുകൊണ്ട് അവർ നന്നായി, അല്ലെങ്കിൽ അവരുടെ നന്മകളോ അവരുടെ അധ്വാനം കൊണ്ട് അവർ നന്നായി. അതിന് ഞാൻ എന്തിനാ അവർ നന്നാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. ഞാൻ കാണാത്തത് ഞാൻ വിശ്വസിക്കരുത്, ഞാൻ കേൾക്കാത്തത് വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് രണ്ട് ചെവി എന്തിനാ തന്നിട്ടുള്ളത്? അങ്ങനെ വല്ലവരും പറയുകയാണെങ്കിൽ ഈ ചെവിയോട് കേൾക്കുക, ഈ ചെവി കൊണ്ട് വിടുക. അതുപോലെ ഒരാൾ മുതൽ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ എന്ത് പറയണോ, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ, ഈ വക കാര്യങ്ങളൊന്നും കുറ്റമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, അത് വിട്, അങ്ങനെ പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാകണം. അല്ലാതെ പറഞ്ഞാൽ അവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ, നമുക്ക് കേൾക്കാം, ഒരക്ഷരം നമ്മൾ തിരിച്ച് പറയാനും പാടില്ല.
അത് അവർ പറഞ്ഞിട്ട് പോയപ്പോൾ തന്നെ ഈ ചെവി കൊണ്ട് നമ്മൾ കേട്ടത് ഈ ചെവിയിൽ അങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ മിണ്ടാണ്ട് ഒരൊറ്റ മനുഷ്യനോട് അതിനെ കുറിച്ചൊന്നും പറയരുത് തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു നിരപരാധി രക്ഷപ്പെട്ടു പോകും. അതേപോലെ പൊട്ട വാക്കുകൾ എങ്ങനെ ഈ ചെവിയിൽ നിന്ന് കേട്ട് ആ ചെവിയിൽ നിന്ന് വിടുവോ, അതേപോലെ നല്ല വല്ല വാക്കുകളുണ്ടെങ്കിൽ ഈ ചെവിയിലൂടെ കേട്ട് ശ്വാസത്തൂടെ ഇറക്കി നെഞ്ഞത്ത് സൂക്ഷിച്ച് വെക്കണം. കാരണം എന്താ അറിയോ, അത് ഭാവിയിൽ ഉപകാരപ്പെടും. അല്ലേ? പൊട്ട നമുക്ക് കളയണം, നല്ലത് സൂക്ഷിച്ച് വെക്കണം. പൊട്ട നമുക്ക് ഒരാളെ പറ്റി പറയാം 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ. അല്ലേ? അതെ, തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ദൃക്സാക്ഷി ഞാനാണ്, എനിക്ക് സമ്പൂർണ്ണമായിട്ട് അവരറിയാം എന്ന അത് അവര് ഒരു ചാൻസ് അവർക്ക് കൊടുത്തിട്ട് അവർ നേരാവുകയാണെങ്കിൽ അതും ആരോടും പറയാം. അല്ല, ഞാൻ പറയാ സഹിക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിൽ ആരോടും പറയുന്നത് പറഞ്ഞാൽ നമ്മൾ യേശു ഒന്നും അല്ലല്ലോ, മഹാത്മാഗാന്ധി ഒന്നും അല്ലല്ലോ. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം. പക്ഷെ തെറ്റിനെ തെറ്റെന്ന് പറയുമ്പോൾ ആ തെറ്റ് നിങ്ങൾക്ക് തെറ്റാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. എന്നിട്ട് നേരിട്ട് മുഖത്ത് നോക്കി അയാളോട് പറയണം. അത് കഴിഞ്ഞു അയാൾ കേട്ടില്ലെങ്കിൽ ലോകം മുഴുവൻ പറഞ്ഞോളൂ, ഒരു തെറ്റുമില്ല. പക്ഷേ ഏതോ ഒരുത്തം വന്ന് ഒരു നുണക്കഥ ഉണ്ടാക്കി പറയുമ്പോൾ ആ നുണക്കഥ സത്യമാണോ നുണയാണോ എന്നറിയാതെ ഞാൻ അമ്മയോട് പറയാൻ പാടില്ല, അമ്മ വേറൊരാളോട് പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്നത് സമൂഹത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വപ്നങ്ങൾ കണ്ടവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹം ഇന്നും നാളെയും എന്നും നമ്മുടെ ചുറ്റുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നീ ശരിയാണോ, നിന്നിലൊരു സത്യം ഉണ്ടെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാവുമല്ലോ, ആ ഒറ്റ വ്യക്തി മതി എന്ന് വിചാരിക്കും. ഇനി അതും പോലും ഇല്ലെങ്കിൽ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ, നിനക്ക് വിശ്വാസമുള്ള കാലം വരെ, നിനക്ക് വിശ്വാസമുള്ള കാലം വരെ ലോകത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നീ പോയി ഒരു കണ്ണാടിയിൽ നിമ്പുറത്ത് നിൽക്കുമ്പോൾ നിനക്ക് തോന്നണം യു ആർ പെർഫെക്റ്റ് എന്നല്ലേ, നീ ശരിയാണ്, നിന്നിൽ തെറ്റില്ല എന്ന് നിനക്ക് തോന്നിയ ആ ഒരൊറ്റ ആത്മവിശ്വാസം മതി ഈ 100 പേരിന് മുമ്പത്ത് തലയുയർത്തി കൊണ്ട് നടക്കാൻ. അല്ലേ? ഇന്നിപ്പോൾ ഈ മെസ്സേജ് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെ പരിചയത്തിലുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ആത്മഹത്യ ചെയ്തു പോയവരുണ്ട്. എന്താ പറയുക, ഊമക്കത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു പോയ എത്രയോ സ്ത്രീകളുണ്ട്. കല്യാണം നടക്കാൻ പോയിരിക്കും. അപ്പോൾ ആരെങ്കിലും അപ്പുറത്തെ റോട്ടിലോ ഇപ്പുറത്തെ റോട്ടിലോ ഉള്ള ആരെങ്കിലും ഈ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഈ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർ ഒന്നുമില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയക്കുക, ഊമക്കത്ത്. അല്ലെങ്കിൽ ഈ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമില്ലേ, കുറേ ആൾക്കാർ കൂടുന്ന കല്യാണ വീടില്ലേ, അവിടെയൊക്കെ ഒരു ഊമക്കത്ത് വരും. മതി, കഴിഞ്ഞു. അന്നത്തെ കാലത്ത് ഇത് മാത്രം മതി, ഇതിനേക്കാളും കൂടുതലൊന്നും വേണ്ട, തെളിവും കാര്യങ്ങളൊന്നും വേണ്ട. ആ പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകുന്നതിന് ആത്മഹത്യ ചെയ്ത എത്ര പേരിനെ പറ്റി അറിയാം. ഒരു ഊമക്കത്തിന്റെ പേരിൽ വിവാഹബന്ധം തന്നെ വേണ്ടെന്ന് വിട്ടിട്ട് പോയ എത്ര പേരുണ്ട് ഒരു കാലഘട്ടത്തിൽ. അതാണ് പറയണത്, അതിലൊരു മാറ്റം വേണം. ശരി എന്നുണ്ടെങ്കിലും കൂടി ആ തെറ്റ് ഒരിക്കൽ തിരുത്താൻ അവർക്കൊരു അവകാശം കൊടുത്ത് അവരെ വിളിച്ചിട്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ വിളിച്ച് ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് കേട്ടോ, ഇനിമേൽ ഇത് ആവർത്തിക്കരുത്, നല്ല ജീവിതം ഇല്ലേ മുന്നിൽ എന്നൊക്കെ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് അവർ കേട്ടെങ്കിൽ അതൊരു നല്ല കാര്യം. അവരത് കേട്ട് ഉൾക്കൊണ്ട് അവർ മാറി ജീവിക്കുകയാണെങ്കിൽ നല്ലത്. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അവർ ആ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അവർ വേണ്ടപ്പെട്ട ആരോടെങ്കിലും ഒക്കെ പറയാം, ഇങ്ങനെയാണ് ഞാൻ തിരുത്തിക്കോളൂ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയില്ല. പലരോടും പറഞ്ഞു നടക്കരുത്. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ നുണയായിരിക്കാം. പ്രാമാണിച്ച് നോക്കാത്ത ഒരു കാര്യത്തിനെ പറ്റിയും നമ്മൾ ഒരിക്കലും പറയരുത്. അവകാശമില്ല. പിന്നെ എല്ലാവരും വിചാരിച്ചോളൂ, എല്ലാവരുടെ ജീവിതത്തിലും ആരും എല്ലാം തികഞ്ഞവരല്ല, ആരും തെറ്റുകൾ ചെയ്യാത്തവരല്ല. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഈ ലോകത്തുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ അവനവൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ അവനവന് ചെറുതാണ്, മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ഒരുപാട് വലുതാണെന്നാണ് സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ നാക്കിൻ്റെ ഒരൊറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയും. പക്ഷെ കാലങ്ങളോളം നിങ്ങൾ ഏൽപ്പിച്ച മുറിവ് അവരുടെ ജീവിതത്തെ തകർത്തുകൊണ്ടേ ഉണ്ടാവും. അത് മാത്രം മറക്കരുത്. 5 മിനിറ്റ് കൊണ്ട് ഒരാളിനെ പറ്റി പരദൂഷണം പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ 50 വയസ്സ് കഴിഞ്ഞവരെയും ആ നമ്മൾ പറഞ്ഞ പരദൂഷണം ഒരു ലേവൽ പോലെ അയാളുടെ നെറ്റിയിൽ ഒട്ടിയിരിക്കും. ചിലരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവും, ചിലരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ടാവും. അതിനൊക്കെ നമ്മളൊരു വാക്ക് കാരണമാവാൻ പാടില്ല. അതിൻ്റെ പകരം അറിഞ്ഞോ, അത് സത്യമാണോ ശരിയാണോ എന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് മാത്രം ഒരാളുടെ കുറ്റം ഇന്നൊരാളോട് പറയാൻ പാടുള്ളൂ. ഇത് ഇന്ന് ഈ സമൂഹത്തിൽ ഇത്രത്തോളം കാലം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ പുരോഗമനം പിടിച്ച ഈ കാലത്തും കൂടി പരദോഷത്തിന് ഒരു പഴക്കം ചെന്നിട്ടില്ല. അത് പണ്ട് എങ്ങനെയുണ്ടോ അതേ രീതിയിൽ ഇന്നും പോയിക്കൊണ്ടുണ്ട്, ഇന്ന് എങ്ങനെയുണ്ടോ അതേ രീതിയിൽ നാളെയും പോയിക്കൊണ്ടുണ്ടാവും. ഇതിനൊരു മാറ്റം വേണം. കാരണം നീ നടക്കുന്ന വഴി അതെങ്ങനത്തെ വഴിയാണ്, നീ സഞ്ചരിക്കുന്ന വഴി അറിയില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്താണെന്ന് നോക്കി നിൽക്കണ ആർക്കും അറിയില്ല. പുഞ്ചരിക്കുന്ന മുഖത്തിൻ്റെ പിന്നാലെയുള്ള സങ്കടവും അറിയില്ല.
ഏത് നേരം സങ്കടപ്പെടുത്തപ്പെടുന്നവരുടെ ഉള്ളിൽ യഥാർത്ഥ സങ്കടമുണ്ടോ അതോ കോമടുത്തരാണെന്നോ അറിയില്ല. അപ്പോൾ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല. തെറ്റുകളെ തിരുത്താൻ നമ്മൾ ശ്രമിക്കണം. തെറ്റ് ചെയ്തോന്നറിയാതെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്, അല്ലേ? ഇനി നേരിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ വിശദമായിട്ട് പറഞ്ഞു തരും, അല്ലേ? ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ചിലപ്പോൾ നല്ലൊരു വിശദീകരണം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. അപ്പം ആ വശത്തൊരു ന്യായം, ആ വശത്തൊരു ന്യായം ഉണ്ടാവും. ഒരു വ്യക്തിനെ പറ്റി കംപ്ലൈൻറ്റ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 2 വ്യക്തികളുടെ അടുത്ത് വേണം. അപ്പോൾ 2 വ്യക്തികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ന്യായം എവിടെയാണ് തെറ്റ് എവിടെയാണെന്ന് മനസ്സിലാവും. ഒരു വ്യക്തി മാത്രം സംസാരിക്കുമ്പോൾ ആ ഭാഗത്ത് തൂക്കം കൂടും. 2 വ്യക്തികളും കൂടി സംസാരിക്കുമ്പോഴാണ് തെറ്റുകളുടെ ലെവല് മനസ്സിലാവും, അല്ലേ? ഇത് പോയി 3ാമതൊരാൾ, 4ാമതൊരാൾ, 5ാമതൊരാൾ ഇങ്ങനെ കാട്ടുതീ പോലെ പടർത്തി അവരുടെ ജീവിതം നശിപ്പിക്കരുത്. കാരണം ചിലപ്പോൾ അവർ നിരപരാധിയായിരിക്കും, നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാതെ നമുക്ക് ആരും സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. പിന്നെ തെറ്റ് ചെയ്യാത്ത ഈ ലോകത്ത് ആരുമില്ല. അതുകൊണ്ട് അവർ പൊട്ടയാണ്, മുഴുവൻ ചീത്തയാണെന്നും പറയാൻ പറ്റില്ല. അവരുടെ അതിന് ചെറിയൊരു തെറ്റൊക്കെ വന്നിട്ടുണ്ടാവും. അതിനെ വലിയ തെറ്റാക്കി മാറ്റി എന്താ പറയുക, അവർ ലോകത്തിൻ്റെ മുന്നിൽ അവരെ ആകെ ഒന്നും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരിക്കലും ആക്കരുത്. അങ്ങനെ നല്ല ആത്മധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ 100 അല്ല 1000 അല്ല 1,00,000 പേര് വന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതമാണ് എന്നുള്ള ആത്മവിശ്വാസം ഉള്ളവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതില്ലാത്തവർ ചിലപ്പോൾ തോറ്റു. എൻ്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഞാൻ ശരിയാണ്, ഞാൻ തെറ്റുകാരിയല്ല, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന ദൃഢനിശ്ചയം അവർക്കുണ്ടെങ്കിൽ അവരെ 1,00,000 ആൾക്കാരിൽ നിന്ന് കുറ്റപ്പെടുത്തിയാലും ഒരിക്കലും തളരാതെ തല ഉയർത്തി നിൽക്കും, അല്ലേ? നിൽക്കണം. അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ മനസ്സ്, അവനവൻ്റെ ശക്തി, അവനവൻ്റെ സത്യം മനസ്സിലാക്കിയാൽ മതി, അല്ലേ? ഇതെനിക്കൊന്ന് പറയണം തോന്നി. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ കാലും കാര്യങ്ങളും അതിനെപ്പറ്റി ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇന്ന് ആലോചിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ വീഡിയോ എടുക്കുമ്പോൾ അതെ അതെ അവന് മലയാളം കുറച്ചൊക്കെ മനസ്സിലാവും, അല്ലേ? മലയാളം, തമിഴ്, തെലുങ്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് ഇത്ര കറി ഉണ്ടാവുള്ളൂ. ചോറുണ്ടാനൊക്കെ നല്ലതാണ്. ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ കിട്ടാം. ആയോ അപ്പോൾ? ഓ ആയി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരിത്തിരി ഇത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ തുള്ളി ഒക്കെ. ചിലപ്പോൾ നമ്മുടെ ഈ മെസ്സേജ് കൊണ്ട് ചിലർക്ക് ആത്മധൈര്യം കിട്ടിയിരിക്കും. ആരെന്ത് കുറ്റം പറഞ്ഞാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ള ഒരു നല്ലൊരു ആത്മധൈര്യം കിട്ടും. ചിലരൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തണം എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്ക് കിട്ടും, അല്ലേ? അതുകൊണ്ട് ഈ ഏത് നേരം തന്നെയാണ് പണിയുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ. അല്ല അതിപ്പോൾ ഇത്ര ചിന്തിച്ചാൽ മതി. അത് നിങ്ങളോട് വന്ന് പറയണത് നിങ്ങളുടെ സ്ഥലം ഒഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കുറ്റം വേറെ ആളുടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ അറിയാതെ ആരെയും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളൊരു നല്ലൊരു മെസ്സേജ്. ഇനി ആരെന്നെ എന്തെന്നെ കുറ്റം പറഞ്ഞാലും ഞാൻ ശരിയാണെങ്കിൽ ഞാൻ തളരാതെ തല ഉയർത്തി നിൽക്കാന്നുള്ളത് രണ്ടാമത്തെ അങ്ങനെ 2 ഹോപ്പുള്ള മെസ്സേജ് ഉണ്ട്. അതൊരു നല്ല മെസ്സേജായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു, അല്ലമ്മ? അപ്പോൾ ഇന്ന് ഈ ചെമ്മീൻ കറി ഇങ്ങനെ കൂട്ടി അതും പിന്നെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കും. നിങ്ങൾ വന്നാൽ ഞാൻ അത് കൂട്ടി നിങ്ങൾക്ക് ഭക്ഷണം തരും. നിങ്ങൾ വരില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ.